ഹായ് മകളെ, ജിയാ സാറാണ്. സോ നമ്മുടെ കലാമേളയും ശാസ്ത്രമേളയും സ്പോർട്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരും ഒരു ആഘോഷം മൂഡിലായിരിക്കും അല്ലേ? സോ ഇടയിൽ കൂടെ നമ്മളുടെ SLC പബ്ലിക് എക്സാമിൻ്റെ ഡേറ്റ് വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? മാർച്ച് 5-നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സാർ ഈ വീഡിയോ എടുക്കുന്ന ഈ ഒരു സമയം മുതൽ അല്ലെങ്കിൽ ഈ ഒരു ദിവസം തൊട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ 114 ദിവസമായിരിക്കും. കറക്റ്റ് 114 ദിവസമായിരിക്കും. അപ്പോൾ ഈ ഒരു 114 ദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, 1 മണിക്കൂറിലേക്ക് കണ്ടു നോക്കി. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമയം എന്ന് വെച്ചാൽ 2808 മണിക്കൂറുകളായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു 2808 മണിക്കൂറുകൾ നിങ്ങൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളൊക്കെ മാറ്റി വെച്ചെന്ന് വിചാരിച്ചോ. സ്കൂളിൽ പോകുമല്ലോ നിങ്ങൾ എന്തായാലും അല്ലേ? അപ്പോൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ബാക്കിയിടുന്ന സമയം എന്ന് പറഞ്ഞാൽ വെറും 1400 മണിക്കൂറുകളാണ്. ഈ 1400 മണിക്കൂറിൽ പിന്നെയും നിങ്ങളുടെ സമയം പോകും. എങ്ങനെയാണെന്നല്ലേ? നിങ്ങൾ ഉറങ്ങും അല്ലേ, ഭക്ഷണം കഴിക്കും, നിങ്ങളുടെ ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ്സ് എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നിങ്ങളുടെ അടുത്തേക്ക് സ്റ്റഡീസിന് മാത്രമായിട്ട് കിട്ടുന്ന സമയം എന്ന് പറഞ്ഞാൽ 800 മണിക്കൂറുകൾ മാത്രം. ഈ 800 മണിക്കൂറുകളിൽ നിങ്ങൾ 10 സബ്ജക്റ്റുകൾ പഠിക്കണം അല്ലേ? അങ്ങനെയെങ്കിൽ ഒരു സബ്ജക്റ്റ് നിങ്ങൾ കിട്ടുന്നത് വെറും 80 മണിക്കൂറുകൾ മാത്രം. ഈ 80 മണിക്കൂർ കൊണ്ടാണ് നിങ്ങൾ ഒരു സബ്ജക്റ്റ് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇനിയും സീരിയസ് ആയിട്ട് എടുക്കാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും. ഇനിയും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള സ്റ്റഡീസിൽ നിങ്ങൾക്കത് കാര്യമായിട്ട് ബാധിക്കും. നിങ്ങളുടെ റിസൾട്ടിലേക്ക് അത് കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടൊരു ഷെഡ്യൂൾഡ് ആയിട്ടൊരു ടൈം ടേബിൾ ചൂസ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഇനിയും നിങ്ങൾ പഠിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വരുന്നത് വലിയൊരു വിഷമമായിരിക്കും. അപ്പോൾ ഈ ഒരു 80 മണിക്കൂർ എന്ന് കേട്ട സമയത്ത് ചില കുട്ടികളുടെ മനസ്സിലെങ്കിലും ചെറുതായിട്ടൊരു സീരിയസ്നെസ് വന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും, യെസ് എനിക്ക് നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയല്ല,